جزاكم الله خير الجزاء. أسرة الجامعة النضوية تقدم الشكر والعرفان إلى مقامكم على كلماتكم الطيبة. സൗദി മതകാര്യ മന്ത്രാലയത്തിൻ്റെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഷെയ്ഖ് അവാദ് സബ്തി അൽ ആനസി നടത്തിയ പ്രൗഢമായ പ്രഭാഷണത്തിൻ്റെ രത്നച്ചുരുക്കം മാത്രമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ അവസരം നൽകി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ജാമിയ നദ്വിയക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ജാമിയയുടെ റയീസ് ഷെയ്ഖ് അബ്ദുള്ള കോയ അൽ മദനി, കേരളത്തിൻ്റെ ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ, ജമിയത്ത് അഹ്ലുൽ ഹദീസിൻ്റെ അമീർ ഷെയ്ഖ് അസ്ഗർ അലി മഹദി അസ്സലഫി എന്നിവരെ പ്രത്യേകമായിട്ട് ഞാൻ സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജാമിയ കുറേ വർഷങ്ങളായിക്കൊണ്ട് ഈ സമൂഹത്തിൽ വിജ്ഞാനം പരത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാസ്ഥാപനത്തിന് വിസാറത്ത് ശുഊനുൽ ഇസ്ലാമിയയുടെ മന്ത്രിയായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ആൽ ഷെയ്ഖിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അറിവിൻ്റെ മഹത്വം തിരിച്ചറിയുകയും അത് പ്രവാചകന്മാരുടെ വഴിയാണ് എന്ന് മനസ്സിലാക്കി ധീരമായി അറിവന്വേഷണത്തിൻ്റെ വഴിയിലൂടെ കുതിക്കണമെന്നാണ് എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളോടും ബിരുദധാരികളോടും സാധാരണക്കാരോടും സഹോദരിമാരോടുമെല്ലാം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വഖുർ റബ്ബി സിദ്നി ഇൽമ, നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥനയാണ് നമ്മിൽ നിന്ന് ഉയരേണ്ടത്. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുകയോ എന്ന വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ് നമ്മുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് അനുഗ്രഹം നൽകാൻ വിചാരിച്ചാൽ അവൻ ആഴത്തിലുള്ള അറിവെല്ലാ കാര്യങ്ങളിലും നൽകുമെന്ന് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അറിവന്വേഷിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ നിഅമത്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അറിവന്വേഷിച്ച് പോകുന്നവൻ സ്വർഗവാതിലുകളിലൂടെ അവൻ കടന്നു പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്, വാക്കാണ് എന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് പഠിതാക്കൾ, അറിവ് അന്വേഷിക്കുന്നവർ, വിജ്ഞാനദാഹികൾ. കാരണം അത് ഹൃദയത്തിൻ്റെ വെളിച്ചമാണ്. അത് മനുഷ്യന് ഇരുളും വെളിച്ചവും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. സത്യവും അസത്യവും വേർതിരിച്ചു പഠിപ്പിക്കുന്നതാണ്. മതമെന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് അറിവന്വേഷണം എന്ന് പറയുന്നത്. ഹറാമും ഹലാലും വ്യക്തമായി വേർതിരിച്ചുകൊണ്ട് വിജയപാതയിലൂടെ സഞ്ചരിക്കുവാനുള്ള ആത്മബലമാണ് അറിവൊരു മനുഷ്യന് നൽകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ആഴത്തിലുള്ള അറിവ് നേടൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ലോകത്ത് പല അത്ഭുതങ്ങളും അതിവേഗം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ചിന്താലോകത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത് ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ വിശുദ്ധ ഖുർആനും തിരുനബിയുടെ ചര്യയും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും ഞാൻ ഉണർത്തുകയാണ്. അത് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ, സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ വസതീയത്തിൻ്റെയും ഇഅ്തിദാലിൻ്റെയും മാർഗം സ്വീകരിച്ചുകൊണ്ട്, മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, ഇസ്ലാമിൻ്റെ മിതത്വത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സമൂഹത്തിലെ തീവ്ര ചിന്തകൾക്കെതിരെ ജീവിതത്തിലൂടെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളെ ഉണർത്തുവാനുള്ളത്. സമൂഹത്തിൽ കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായും ഉണ്ടാവേണ്ടത് ഗുണകാംക്ഷയാണ്. മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സായിരിക്കണം ഉണ്ടാവേണ്ടത്. അദ്ദീനു അന്നസീഹ എന്നാണ് ലോകത്തിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിനോട്, അവൻ്റെ റസൂലിനോട്, അതുപോലെ കിതാബിനോട്, അതുപോലെ ആമത്നാസിനോടെല്ലാം തന്നെ വലിയ കടപ്പാടും ബാധ്യതയുമുള്ളവരാണ് നമ്മളെന്ന് മനസ്സിലാക്കുവാൻ
ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അറിവ് നേടുന്നതോടൊപ്പം വിവേകവും വിശുദ്ധിയും ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലോകത്തെ സലഫി ആദർശം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. വിഭാഗീയതയില്ലാത്ത പ്രവർത്തനങ്ങൾ വിശുദ്ധമായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പ്രബോധനം നിർവഹിക്കുവാൻ, ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ശിർക്ക് ഈ സമൂഹത്തിലെ ബഹുദൈവാരാധന ഈ സമൂഹത്തിൽ നിരന്തരമായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഖബറുകളെ ആരാധിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണുന്നു. അള്ളാഹുവിൽ നിന്ന് പിടിവിട്ട മനുഷ്യരെ ആരാധിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്ന അത്യന്തം ദയനീയമായ കാഴ്ചകൾ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ വചനമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ ദുരിതത്തിൽ നിന്ന്, ദുരന്തത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അതുപോലെ ബിദ്അത്തുകൾ ഈ സമൂഹത്തിൽ വലിയ തോതിൽ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മതത്തിലില്ലാത്ത കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ വെച്ചുകെട്ടിക്കൊണ്ട് സമൂഹം ആചാരങ്ങൾ കണക്കെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഫിത്നയും ഫസാദുമെല്ലാം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ പ്രവാചകന്റെ ചര്യയെ അവഗണിച്ചുകൊണ്ടും അതുപോലെ വക്രീകരിച്ചുകൊണ്ടും സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ കക്ഷികളായിക്കൊണ്ട് മത്സരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന്, തിരുനബിയുടെ ചര്യയിൽ നിന്ന് അകന്നുകൊണ്ടാണ് ഈ മത്സരം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഐക്യം കാത്തു സൂക്ഷിച്ച് നാം മുന്നോട്ട് പോകുക. ഈ സമൂഹത്തിൽ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സ്വബറാണ്, ക്ഷമയാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാവേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, സൗദി അറേബ്യയുടെ സ്ഥാപകനായിട്ടുള്ള മലിക് അബ്ദുൽ അസീസ്, അദ്ദേഹം ഇന്ത്യൻ പണ്ഡിതരുമായിട്ട് വലിയ ബന്ധമായിരുന്നു തുടക്കത്തിൽ തന്നെ വെച്ച് പുലർത്തിയിരുന്നത്. അത് പിന്നീട് വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ മക്കളും സഹോദരങ്ങളും എല്ലാം തന്നെ തുടർന്നിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് മലിക് സൽമാൻ ബിൻ അബ്ദുൽ അസീസും അതുപോലെ അമീർ മുഹമ്മദ് ബിൻ സൽമാനും എല്ലാം തന്നെ ഇന്ത്യയോട് ആ വലിയ ബന്ധം വെച്ചു പുലർത്തുന്നു എന്നുള്ളത് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാം എല്ലാ രംഗത്തും മിതത്വത്തിന്റെ സന്ദേശമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ മിതത്വം ലഭിക്കുന്നത് യഥാർത്ഥ ദൈവവിശ്വാസത്തിൽ നിന്നാണ്, തൗഹീദിൽ നിന്നാണ്. തൗഹീദ് ഉണ്ടാകുമ്പോഴേ രാജ്യത്ത് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? എന്നാൽ തൗഹീദി സന്ദേശത്തിലേക്ക് ആ രാജ്യം കടന്നു വന്നപ്പോൾ അവിടെ നിർഭയത്വമുണ്ടായി, പുരോഗതിയുണ്ടായി. ഇന്ന് ലോക മുസ്ലിങ്ങളുടെ കേന്ദ്രമായി പരിലസിക്കുകയാണ് ആ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകി, നിങ്ങൾ തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകും, അതുപോലെ ജീവിതത്തിൽ വലിയ സൗകര്യങ്ങൾ നൽകുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ന് ബിരുദം വേടിപ്പോകുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ മതത്തെ ശരിയായ രൂപത്തിൽ സമൂഹത്തിൽ പ്രതിനിധീകരിക്കുവാൻ, ജീവിതത്തിലൂടെ പ്രസരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ മാതൃകയാണ് നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. ലോകത്തിന്റെ പ്രവാചകൻ മരണം വരെ തൗഹീദിലേക്ക്, യഥാർത്ഥ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നസീഹത്തുള്ള, അതുപോലെ റഹ്ബത്തുള്ള, റിഫ്ഖുള്ള, നല്ല ആർദ്രതയും അലിവും കനിവുമുള്ള മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് ഈ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ മഹാസ്ഥാപനത്തിന് മുന്നിൽ വർഷങ്ങളായിക്കൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സർവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.